വ്യക്തിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങനെയാണ് ആ മോള് ആ ഉമ്മാനെ കൊന്നത്. ആ ഉമ്മാന്റെ അവസ്ഥയില്ലേ ഈ ദുനിയാവിൽ ഒരു ഉമ്മാക്കോ അങ്ങനത്തെ അവസ്ഥ കൊടുക്കരുത്. ഓപ്പറേഷൻ ചെയ്തിട്ട് ബോഡി പാർട്സിൽ ഇങ്ങനെ ഉമ്മ കടന്നപ്പോ ഇങ്ങനെ മുഴുവനും ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നു. ഉള്ളിലെ ഈ കുടൽമൂല പോലത്തെ സാധനങ്ങളും എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്നു. അഫ്നാസ് അൻസിന എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അവൾക്കുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം ഉമ്മാനെ തന്നെ കൊലക്ക് കൊടുത്ത് തന്റെ കൂട്ടുകാരിയെ കുറിച്ചാണ് അഫ്നാസ് സംസാരിച്ചിരുന്നത്. കൂട്ടുകാരി എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഈ കൂട്ടുകാരി അഫ്നാസ് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു മെസ്സേജ് അയക്കുകയാണ്. അഫ്നാസിന് ചെറിയ ചാരിറ്റിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണ് ഈ കൂട്ടുകാർ അഫ്നാസിന് മെസ്സേജ് അയക്കുന്നത്. അവളുടെ ഉമ്മാക്ക് ക്യാൻസർ ആണ്, വേറെ ആരും അവൾക്ക് സഹായത്തിനില്ല. ഉമ്മയും ഉപ്പയും ലവ് മാരേജ് ആയിരുന്നു. ഉപ്പ മുസ്ലിം, ഉമ്മ വേറെ ഏതോ മതവിശ്വാസിയായിരുന്നു. അങ്ങനെ ഒളിച്ചോടിയാണ് അവർ കല്യാണം കഴിക്കുന്നത്. പിന്നീട് അവർ ദുബായിൽ സെറ്റിൽഡ് ആയി. ഈ കൂട്ടുകാരി എന്ന് പറയുന്ന പെൺകുട്ടി ചെറുപ്പത്തിൽ വളർന്നതൊക്കെ അവിടെ ദുബായിലാണ്. പിന്നീട് ഉപ്പയും ഉമ്മയും തമ്മിൽ വേർപിരിഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മാക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. ഉപ്പയും ഉമ്മയും ഒളിച്ചോടി കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും കുടുംബക്കാരുടെ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടി മാത്രമായിരുന്നു ഉമ്മാനെ നോക്കാനുണ്ടായിരുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന് അധികം ബുദ്ധിമുട്ടിക്കാനും അവൾക്ക് വയ്യ. പോരാത്തതിനും ഭർത്താവ് ദുബായിലാണ് താൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി അഫ്നാസിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യലി ഫിസിക്കൽ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നായിരുന്നു ആ കുട്ടിക്ക് അറിയേണ്ടിയിരുന്നത്. അങ്ങനെ അഫ്നാസ് തന്റെ കൂട്ടുകാരിയെ സഹായിക്കാമെന്ന് ഏറ്റു. അങ്ങനെ ഒരു ദിവസം ഈ കൂട്ടുകാരി അഫ്നാസിനെ വിളിച്ചിട്ട് അടുത്ത ദിവസം ഉമ്മാക്ക് സർജറി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അഫ്നാസ് എന്താക്കി അടുത്ത ദിവസം രാവിലെ തന്നെ ഈ ഉമ്മാനെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ അപ്പോഴേക്കും ഉമ്മാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അഫ്നാസിന് ഉമ്മാനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ കൂട്ടുകാരി അവിടെ തന്നെ ഉണ്ടല്ലോ. അവളുടെ കൂടെ ആണെങ്കിൽ ആരുമില്ല. അവളാണെങ്കിൽ നല്ലോണം വിഷമിച്ചിരിക്കുകയാണ്. ശേഷം എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് അഫ്നാസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടോക്കാം. ഉമ്മാനെ ഓപ്പറേഷനിൽ കയറ്റി. അപ്പോൾ ഞാൻ എന്താക്കി, ഇവള് ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഉമ്മാന്റെ ഓപ്പറേഷനെ നോക്കി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നീ കഴിച്ച ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വാ, ഞാൻ ഉമ്മ എന്തായാലും ഓപ്പറേഷനിലല്ലേ, ഇപ്പൊ അവിടുന്ന് ആരും വിളിക്കൂല. ഞാൻ അവിടെ നഴ്സുമാരോട് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി, ഇവള് നീ കരയണ്ട വിഷമിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. ഞാൻ സംസാരിക്കണം എന്തൊക്കെയാണ് എന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ ഇവള് പറഞ്ഞു ഉമ്മ ഫാമിലിയും ആരും നോക്കുന്നില്ല, ഉപ്പ ഫാമിലിയും ഇല്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നിട്ട് ഇവള് കുറെ കാര്യം. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, ഞാൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ആൾക്കാർ നിന്നെ സഹായിക്കും. അങ്ങനെ ഇവളെ റിപ്പോർട്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്താക്കി, നമ്മൾ തലശ്ശേരി CH സെന്ററിൽ ഞാൻ എന്താക്കി കോൺടാക്ട് ചെയ്തു. എനിക്ക് കണക്ഷൻസ് ഉണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം പീരീഡ് ഞാൻ ചാരിറ്റി ചെയ്യും. അപ്പൊ ഞാൻ MSF ആ ഒരു ടൈം പീരീഡ് ഞാൻ പാർട്ടി MSF എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി കണക്ഷനിൽ ഞാൻ എന്താക്കി CH സെന്ററിലെ ആൾക്കാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ലീഗിലെ ഒരാളെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒരു മോളേ ഉള്ളൂ, ഉമ്മാക്ക് സുഖമില്ല, ഉമ്മാക്ക് ഇതാ അവസ്ഥ, അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണോ അറിയില്ല, സാമ്പത്തികമായിട്ടില്ല അവസ്ഥയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പം നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ CH സെന്ററിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തോളാം. നിങ്ങൾ ആ പേഷ്യന്റിനെ ഇവിടെ അയച്ചേക്ക്, എന്നിട്ട് ഇന്ന ആളോട് പറഞ്ഞാൽ മതി, ഇന്ന ആള് പറഞ്ഞിട്ട് വന്നെയാണെന്ന് അവരോട് പറഞ്ഞാൽ മതി എന്നെല്ലാം ഓക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇവർക്ക് BPL കാർഡല്ല APL കാർഡോ അങ്ങനെ എന്തോ കാർഡ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ കാർഡ് ഇല്ലാത്തതുകൊണ്ട് സ്കാനിങ്ങിനും ടെസ്റ്റിനെല്ലാം നല്ല പൈസ ആകുന്നതാവും, എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ, എൻ്റെ ഭർത്താവിനെ അടങ്ങാറാക്കുന്നേക്ക് ഒരിതില്ലേ, അങ്ങനെ ഫുള്ളും അങ്ങനെ. ഞാൻ എന്താക്കി, ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുതരാം, നീ CH സെന്ററിലേക്ക് പോ, നീ എന്താക്കി ഉമ്മാനെ OP ചെയ്ത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നീ എന്താക്കി ഇമീഡിയറ്റ്ലി റിപ്പോർട്ട് കാര്യങ്ങൾ കൊണ്ട് നീ CH സെന്ററിൽ പോ, ആംബുലൻസ് പിടിച്ച് പോകാറുണ്ട്. അപ്പൊ ഇവിടെ ഒറ്റക്കാണ്, എന്താ ചെയ്യേണ്ടത് ഒന്നും തിരിയുന്നില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നീ അപ്പ പോവാന്ന് പറ, ഉമ്മാന്റെ സിറ്റുവേഷൻ നോക്ക്, ഇപ്പൊ OP ചെയ്യുന്നില്ലല്ലോ, അപ്പൊ സിറ്റുവേഷൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടാക്കി CH സെന്ററിൽ ഓക്കെ ആക്കി വെച്ച് ഇവളെ ഓക്കെ ആക്കി വെച്ചു. നമ്മൾ ആകെ തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൈത്താങ്ങായ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അപ്പം കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ആരും ഇല്ലാത്ത സമയത്ത് നമുക്ക് താങ്ങായ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ അഫ്നാസ് വന്ന് തന്റെ പഴയ കൂട്ടുകാരിയെ ആശ്വസിപ്പിച്ചു. ഓപ്പറേഷന് ശേഷം CH സെന്ററിൽ പോയി ഉമ്മാനെ പരിചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവളെ കൊണ്ട് കഴിഞ്ഞ സഹായമൊക്കെ അഫ്നാസ് ചെയ്തു. അങ്ങനെ ഉമ്മാന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇവരെ അഫ്നാസ് പറഞ്ഞ പോലെ CH സെന്ററിലേക്കല്ല പോയത്, നേരെ വീട്ടിലേക്കാണ് പോയത്. എന്തായാലും അഫ്നാസിന് ഉമ്മാനെ കാണുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും കാണാൻ കഴിഞ്ഞില്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി കണ്ടേക്കാം എന്ന് കരുതി അഫ്നാസ് എന്താക്കി ഈ കൂട്ടുകാരെ നേരെ ഫോണിൽ വിളിച്ചു. എനിക്കിങ്ങനെ ഉമ്മാനെ കാണാൻ ആഗ്രഹമുണ്ട്, ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് അവൾ ചോദിച്ചു. പക്ഷെ കൂട്ടുകാർ ഓരോരോ ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങി. ഞാനിപ്പോ വീട്ടിലില്ല, അല്ലെങ്കിൽ ഉമ്മ വീട്ടിലില്ല, ഉമ്മാക്ക് ഇപ്പൊ തീരെ വയ്യ, ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഡ്രസ് ഒന്നും ധരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിനൊന്നും കാണിക്കാൻ പറ്റില്ല, അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി അഫ്നാസ് ഉമ്മാനെ കാണാൻ വരുന്നത് തടഞ്ഞു. പിന്നെ എന്താണ് നടന്നെന്നുള്ളത് അഫ്നാസ് തന്നെ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടോക്കാം. ഞാനിങ്ങനെ ഡെയിലി വരട്ടെ ചോദിക്കുമ്പോൾ ഇവള് ഓരോ എക്സ്ക്യൂസ് പറയും. ഉമ്മക്ക് സുഖമില്ല, ഹോസ്പിറ്റലായില്ലത്, ഞാൻ ഭർത്താവിന്റെ വീട്ടിലായില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും
ഇവളെ ഭർത്താവിന്റെ വീട്ടിൽ ഇത്രയും ദൂരമല്ലോ വീട്ടിൽ പോയി ഇരിക്കുകയാണ്. ഉമ്മ അവിടെ ഒറ്റക്ക്, ഉമ്മക്ക് സുഖമില്ല, ഉമ്മ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചിന്തിക്കും ഇവളെന്താ ഇങ്ങനെ. ഇപ്പൊ എന്റെ ഉമ്മക്ക് സുഖമില്ലെങ്കിൽ ഒരു നിമിഷം വരെ നമ്മൾ അവിടെ നിന്ന് എവിടെയും പോവില്ല. അപ്പൊ ഇത്രയും ദൂരം, ഭർത്താവിന്റെ വീട് ദൂരമാണ്, പിന്നെ ഇവളെങ്ങനെ ഉമ്മാനെ ഒറ്റക്ക് വീട്ടിലാക്കിയിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ അത് അയൽവാസികളുണ്ട്, അവര് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞ സ്വന്തം മോള് നോക്കുന്ന പോലെ ഒരിക്കലും നോക്കൂലല്ലോ. അങ്ങനെ എനിക്കൊരു ദേഷ്യം വന്നിട്ട് ഞാൻ നന്നായിട്ട് റേസ് ചെയ്തു. ഞാൻ നന്നായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ എന്ത് കളിക്കുന്ന, സ്വന്തം ഉമ്മയല്ലേ, വേറെ ആരെങ്കിലും ആണോ, പട്ടിയും പൂച്ചയാ മറ്റേ നീ റൂമിൽ ഇങ്ങനെ ഇട്ടിട്ട് പൂട്ടിയിട്ട് പോകുന്നു. അങ്ങനെ കൂടുതൽ കലമ്പി. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം കാണുമ്പോൾ ഞാൻ കലമ്പും. എനിക്ക് ഇങ്ങനത്തെ കളി എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ആരാവട്ടെ ഞാൻ കലമ്പും. ഞാൻ നന്നായിട്ട് റേസ് ചെയ്യും. അത് ഞാൻ കലമ്പി അപ്പൊ എന്നോട് കാരണം അപ്പൊ എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ ഇങ്ങനെ അല്ലാതെ മറ്റേ ഞാൻ പറഞ്ഞ എനിക്കൊന്നും കേൾക്കണ്ട, കാരണം ഒന്നും കേൾക്കാൻ എക്സ്ക്യൂസ് ഇല്ല ഇതില്. സ്വന്തം ഉമ്മയാണ് അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ നിലവിളിക്കുന്നത് വേദന കൊണ്ട്, എന്നിട്ട് നീ ഇങ്ങനെ തിണ്ട് കിടക്കാണോ എന്ന് ചോദിച്ചു. ആരാണ്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൈസ അറേഞ്ച് ചെയ്യാനാണ്. എനിക്ക് ഉമ്മക്ക് ഒരു ഫ്രൂട്ട്സ് വരെ വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല, ഉമ്മ ഒന്നും തിന്നുന്നില്ല. അങ്ങനെ എങ്ങനെയാണ് ഉമ്മക്ക് ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റൂ, ജ്യൂസ് വരെ വാങ്ങാനുള്ള പൈസ ഇല്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി എനിക്ക് എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തരൂലേ. ഒരു ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്റെ 10 ലക്ഷം മറ്റേ വേണം, എനിക്കില്ല പൈസ ഞാൻ കൊടുക്കൂലേ. അപ്പൊ ഇവിടെ ഫുൾ എക്സ്ക്യൂസ്. നാടക നടി എന്ന് പറഞ്ഞാൽ നാടക നടി. സംഭവം ശരിയാണ്. ഉമ്മാക്ക് വയ്യാതെ കിടക്കുമ്പോൾ അല്ല ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ടത്. പക്ഷെ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അവൾക്ക് പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ പോവാതിരിക്കാനും കഴിയില്ലല്ലോ. പക്ഷെ എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്. അഫ്നാസ് CH സെന്ററിലെല്ലാം സെറ്റാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഓപ്പറേഷന് ശേഷം ഉമ്മാനെ CH സെന്ററിൽ കൊണ്ടുപോയാൽ അവർ നോക്കിക്കൊള്ളും എന്നും പറയുന്നുണ്ട്. ഈ കുട്ടി ഒറ്റയ്ക്കായെന്ന പ്രശ്നവും അപ്പോൾ ഉണ്ടാവില്ല. CH സെന്ററിലാണെങ്കിൽ എല്ലാ സഹായങ്ങൾക്കും കൂടെ ആളുണ്ടാകും. എന്നിട്ടും എന്തുകൊണ്ടാണ് CH സെന്ററിലേക്ക് കൊണ്ടുപോകാതിരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രിയിലുണ്ട് ഈ പെൺകുട്ടി അഫ്നാസിനെ വിളിക്കുന്നു. ഉമ്മാക്ക് തീരെ വയ്യ, ഉമ്മ കിടന്ന് കരയുകയാണ് എന്ന് പറഞ്ഞാണ് അവള് വിളിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ അഫ്നാസിന് ആ സമയത്ത് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. നീ പേടിക്കേണ്ട, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് അഫ്നാസ് അവളോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഈ ഉമ്മാനെ കാണാൻ വേണ്ടി അഫ്നാസ് ആ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴുണ്ട് ഈ പെൺകുട്ടി വീണ്ടും വിളിക്കുന്നു. ഇത്തവണ ഒരു കരച്ചിലോട് കൂടിയാണ് അവൾ സംസാരിച്ചത്. ഉമ്മ പോയി, വേദന തിന്ന് ഒടുവിൽ ആ ഉമ്മ മരണത്തിന് കീഴടങ്ങി. അത് കേട്ട് ആകെ അഫ്നാസിന് വിഷമമായി. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ കഴിയാത്ത കാഴ്ചയായിരുന്നു. അതിനെക്കുറിച്ച് അഫ്നാസ് തന്നെ പറയുന്നത് കേട്ടോക്കാം. നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ ഉമ്മ മരണപ്പെട്ടു എന്ന് തോന്നുന്നു, എനിക്കൊന്നും ചെയ്യാൻ തിരിയുന്നില്ല, ഞാൻ ആരെ വിളിക്കണോ തിരിയുന്നില്ല, നീ ഒന്ന് ഇങ്ങോട്ട് വരവ് ചോദിച്ചു. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ഉമ്മാനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിന്ന് ദിവസം. അപ്പൊ എനിക്ക് രാവിലത്തെ കാട്ടുമ്പോൾ എനിക്ക് എന്തോലെ പോയി, കാരണം അല്ല ഇങ്ങനെ എന്താണെന്നല്ല ഇങ്ങനെ ആക്കി കൊടുത്തേ, അല്ല ഉമ്മാനെ രക്ഷപ്പെടുത്തി കൊടുത്തുകൂടായിരുന്നു ഇങ്ങനെ ചിന്തിച്ച്. അങ്ങനെ ഞാൻ എന്താക്കി ഇട്ട ഡ്രസ്സോടെ രാവിലെ ഓടിപ്പോയി നോക്കിയപ്പം എന്താ അറിയില്ല ആ വീട്ടിനെ കുറിച്ച് എന്താ പറയണ്ടേന്നുള്ളത്. ആ ഉമ്മാന്റെ അവസ്ഥയില്ലേ, ഈ ദുനിയാവിൽ ഒരു ഉമ്മാക്കോ അങ്ങനത്തെ അവസ്ഥ കൊടുക്കരുത്. സത്യം കണ്ട കരഞ്ഞു പോകുന്ന അവസ്ഥ എന്ന് വെച്ചാല് ആ ഉമ്മാനെ ഓപ്പറേഷൻ ചെയ്തല്ലോ. ഓപ്പറേഷൻ ചെയ്തിട്ട് ബോഡി പാർട്സിൽ ഇങ്ങനെ ഉമ്മ കടന്നപ്പോ ഇങ്ങനെ മുഴുവനും ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നു. ഉള്ളിലെ ഈ കുടൽമൂല പോലത്തെ സാധനങ്ങളും എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്ന ഉമ്മ ഇങ്ങനെ അങ്ങനെയോ. അപ്പൊ കണ്ടപ്പോ എന്തോ പോലെ ആയിപ്പോയി. അപ്പൊ ആൾക്കാർ വന്ന് നോക്കുന്നത്. അപ്പം ഇതാണെങ്കിൽ ഈ ദുനിയാവിൽ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കരുത്. കാരണം അങ്ങനത്തെ അവസ്ഥയിലുണ്ടാവും. ശരീരം ഫുള്ളും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വീണ് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്മെല്ലുമായിട്ട് ഈ മോള് ഞാൻ ചോദിക്കുമ്പോ എല്ലാം മാപ്പിളുടെ അടുത്ത് പുറത്ത് അങ്ങനെ ഇങ്ങനെ പറയുന്നില്ല. ഇവളാ ഉമ്മാനെ തിരിഞ്ഞു നോക്കലില്ല. അത് കണ്ടാ മനസ്സിലാവും, ആ വീട് കണ്ടാ മനസ്സിലാവും ആ വീട്ടിൽ എത്ര ദിവസമായി ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മ കിടത്തത്തിലായത് 3 മാസം മുന്നേ. ആ 3 മാസം മുന്നിലെ പാത്രം വരെ അവിടെ കൈകാണ്ട് വെച്ചിട്ട് അതിൽ വരെ പുഴുവായിട്ട് ഇങ്ങനെ നെളിയുന്നു. അപ്പൊ ഞാൻ അവിടെ അടുക്കളയിൽ പോയപ്പോ തല പെരുകുന്നുണ്ടായി. കാരണം ഉമ്മാന്റെ ഇത് കണ്ടിട്ടും, മരണ വീട്ടിലാണ് ഞാൻ പോയത്, ഉമ്മാന്റെ ഇത് കണ്ടിട്ടും, അതുപോലെ തന്നെ ബാത്റൂമിൽ ഫുള്ളും ഇങ്ങനെ ബ്ലഡ് ആയതും അതിൻ്റെ എല്ലാം തുണി വെച്ച് പൂട്ടിയിട്ട് ആ ഗുമ്മിലുള്ള സ്മെല്ലും, അടുക്കളയിലാണെങ്കിൽ ഫുള്ള് പുഴുവും ഫുള്ള് വണ്ണാമ്പലിയും, അങ്ങനെ 3-4 മാസത്തെ സാധനം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ. സത്യം ഒരു മാക്കും ഇങ്ങനത്തെ ഗതി വരരുത്. സീരിയസ്ലി ഒരു മോക്ക് ജന്മം കൊടുത്തിനെങ്കിൽ ഇങ്ങനത്തെ മോള ആർക്കും ജന്മം ഉണ്ടാവരുത്. ഇങ്ങനത്തെ മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. വീടുണ്ടായിട്ട് ഉമ്മ ഇത്രയും കാലം കടന്നുറങ്ങിയ വീടുണ്ടായിട്ട് ആ വീട്ടിൽ നിന്ന് പോലും അല്ല കുളിപ്പിച്ചത്, ബംഗ്ലാവ് അല്ല വീടുണ്ടായിട്ട് ആ വീട്ടിൽ നിന്നല്ല കുളിപ്പിച്ചത്, വേറെ പള്ളി മുഖേനയായിരുന്നു കുളിപ്പിച്ചത്. സോ അങ്ങനെയാണ് ആ വീട്ടിന്റെ അവസ്ഥ. ഉമ്മാനെ തിരിഞ്ഞു നോക്കാണ്ട് ആ രീതിയിലായിരുന്നു വീടുണ്ടായത്. അന്ന് ഞാൻ ആ ഉമ്മ മരണപ്പെട്ട റൂമിൽ കയറിയപ്പം സത്യം പറയുകയാണെങ്കിൽ
ഇല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. നരകിച്ചാണ് ഉമ്മ മരിച്ചതെന്നാണ് അഫ്നാസിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമ്മാന്റെ മകൾ അഫ്നാസിനെ സംസാരിക്കുമ്പോഴെല്ലാം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് എന്ന് അഫ്നാസ് പറഞ്ഞിരുന്നു. ഉമ്മാനെ നോക്കാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിലാണെങ്കിൽ ഉമ്മക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പോലും പൈസ ഇല്ല. ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞു കരയുമായിരുന്നു പോലും. പക്ഷെ അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ആള് തന്നെ ഉമ്മാനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? കിടപ്പ് രോഗികളെ എന്നും നന്നായി പരിചരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകും. മുറിവുകൾ പൊട്ടിയൊലിക്കും, ദുർഗന്ധം വരും. ആ ഉമ്മാനെ നന്നായി പരിചരിക്കാത്തത് കൊണ്ട് തന്നെയാണ് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ ശരീരം മുഴുവനും ചീഞ്ഞളിഞ്ഞ രീതിയിൽ കാണേണ്ടി വന്നത്. ഒറ്റക്കാണെന്ന ന്യായം കൊണ്ട് മാത്രം ഈ പെൺകുട്ടിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വയ്യാതെ കിടക്കുന്ന സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും മക്കളെയും ഒക്കെ ഒറ്റയ്ക്ക് പരിചരിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒറ്റക്കായി പോയവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഇഷ്ടംപോലെ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പാലിയേറ്റീവ് കെയർ സെന്ററുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ മരണവും കാത്തു കിടക്കുന്ന രോഗികളൊക്കെ പാലിയേറ്റീവുകാർ വന്ന് സ്ഥിരമായി നന്നായി പരിചരിക്കാറുണ്ട്. എന്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ഉമ്മാക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും കിട്ടാതിരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പെൺകുട്ടി ആരോടും പറയാത്തത് കൊണ്ടാണോ? ഒറ്റക്കായി പോയത് കൊണ്ട് തന്നെ അവളുടെ മനോനില കൈവിട്ട് പോയിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞില്ലെങ്കിലും അയൽവാസികളെങ്കിലും പറയേണ്ടതല്ലേ. അയൽപ്പക്കത്ത് രോഗികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ അവരെ പോയി സന്ദർശിക്കാറുണ്ടല്ലോ. അങ്ങനെ ഈ ഉമ്മാനെ കാണാൻ വരുന്ന സമയത്ത് അവരുടെ അവസ്ഥ കണ്ട് അയൽവാസികളെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളെ അറിയിക്കേണ്ടതല്ലേ. അതോ ഇനി ഈ പെൺകുട്ടി അഫ്നാസിന് ഉമ്മാനെ കാണിക്കാൻ തയ്യാറാവാത്തത് പോലെ തന്നെ അയൽവാസികളെയും അങ്ങോട്ട് അടുപ്പിക്കാത്തതാണോ? ഉമ്മാനെ ഈ അവസ്ഥ ആരും കാണണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഉമ്മാക്ക് കിട്ടേണ്ട സഹായങ്ങൾ ആ പെൺകുട്ടി ഇല്ലാതാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ഉമ്മാനെ കൊലക്ക് കൊടുത്തു എന്ന് തന്നെ പറയാം. ഇങ്ങനെ നരകിച്ചു മരിക്കേണ്ട അവസ്ഥ ആ ഉമ്മാക്ക് ഒരിക്കലും വരില്ലായിരുന്നു. ഇടയ്ക്കിടെ അഫ്നാസിനെ ഫോണിൽ വിളിച്ച് കരയുന്നതിന് പകരം ആ ഉമ്മാനെ നന്നായി നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്നായി നോക്കുന്ന ആരെങ്കിലും ആ ഉമ്മാനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ സമാധാനത്തോടെയുള്ള ഒരു മരണമെങ്കിലും ആ ഉമ്മാക്ക് കിട്ടിയേനെ അല്ലേ. എന്തായാലും അഫ്നാസിന് പറയാനുള്ളത് ബാക്കിയുടെ കേട്ടോക്കാം. ആ ഉമ്മാനെ ബോഡി കണ്ടിട്ടില്ല, ആ ബാത്റൂമിലത്തെ അവസ്ഥയെല്ലാം കണ്ടിട്ട് എനിക്ക് ഛർദിക്കാനും വരുന്നത് ആ ലെവലായിരുന്നു ഉണ്ടായി. കാരണം നമ്മൾ തുറക്കുമ്പോഴാണ് ബാത്റൂമിൽ ഇങ്ങനെ സ്മെല്ലടിച്ചിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം ആ റൂമിൽ ഞാനായിരുന്നു ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യണോ തിരിയില്ല. ഈ ആണുങ്ങന്മാരെല്ലാം വന്ന് നോക്കുന്നത്. അപ്പൊ ഉമ്മാന്റെ മേത്ത് ഇങ്ങനെ തുണി ഇല്ലാത്ത രീതിയിൽ അപ്പൊ ഞാൻ ഉണ്ടാക്കി അതില് തുണി എടുത്ത് ഇങ്ങനെ പൊതച്ചു, ബെഡ്ഷീറ്റ് എടുത്ത് പൊളിച്ചു. പക്ഷെ എന്നിട്ടോ അങ്ങനെ വെക്കാൻ പറ്റൂലല്ലോ, ആൾക്കാർ ആണുങ്ങന്മാരെല്ലാം എടുത്ത് കൊണ്ടുപോവാ. എന്നിട്ട് ഞാനും വേറെ അന്യ മതസ്ഥല്ലേ, ഇത് പറയാൻ കാരണം വെച്ചാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഞാനുമാണ് റൂമിൽ നിന്ന് ഉമ്മാന്റെ കാലും അതുപോലെ തന്നെ ഉമ്മാന്റെ മുഖമൊക്കെ വെള്ള തുണിയിട്ടിട്ട് കെട്ടിക്കൊടുത്തത്. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അന്യ മതത്തിലുള്ള ആൾക്കാർക്ക് വരെ ഉമ്മാനെ കണ്ടപ്പോൾ സങ്കടമായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. സ്വന്തം മോൾ അപ്പുറത്തുനിന്ന് ഇരുന്ന് കരയുന്നത്. എന്തിനാ അവള് കരയുന്നത്? ആരെ കൊണ്ടിട്ട് കരയുന്നത്? ആരും മുന്നിൽ ആക്ട് ചെയ്യുന്നത്? ജീവിതം അഭിനയിക്കാം, നമുക്ക് എന്തോ അഭിനയിക്കാം. പക്ഷെ ഒരു ഉമ്മാനെ കൊന്നിട്ടായിരിക്കരുത് നമ്മൾ അഭിനയിക്കേണ്ടത്. അന്ന് സത്യം പറഞ്ഞ സ്വന്തം മോളുണ്ടായിട്ട് ഞാൻ അത് ചെയ്തപ്പം മോൾക്കായിരുന്നില്ല അർഹത ഉണ്ടായത്. ഞാൻ അന്ന് മനസ്സിലാക്കി ആ മോൾക്ക് ആ ഉമ്മാനെ തൊടാനോ ഉമ്മാനെ ഒരു തുണിയൊന്നും മാറ്റി കൊടുക്കാനോ അർഹതയില്ല. മരണപ്പെട്ടതിന് ശേഷം ഉമ്മ തുണി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പിരിച്ചിട്ട് കാര്യമില്ല. അന്ന് ഞാനായിരുന്നു ആ ഉമ്മക്ക് ചെയ്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ആ ഉമ്മാനെ ഒരു ഉമ്മാനെ പോലും വിളിക്കാൻ നമുക്ക് അർഹതയില്ല. മരണപ്പെട്ടതിന് ശേഷം അവൾ കണ്ടിന്യൂസ് ആയിട്ട് ഉമ്മാന്റെ ഓളും ഉമ്മയായിട്ടുള്ള സ്റ്റോറീസും സ്റ്റാറ്റസ് എല്ലാം വായിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാരെ ബോധ്യപ്പെടുത്താനാ, ആരെ കാണിക്കാനാ? സത്യം എനിക്ക് അത്രയോ സങ്കടം ഉണ്ടായ ഒരു കേസായിരുന്നു ഇത്. ഞാൻ എന്റെ ദുനിയാവിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കാണുമെന്നോ ഇങ്ങനത്തെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ട വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉമ്മാന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഉണ്ടായത്. നമുക്ക് ആർക്കും എനിക്ക് പറയുന്നത് ഇത്രയാണുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കണ്ട് മനസ്സിലാക്കിയത് വേറെ എന്തൊക്കെയാണ്. ഇതൊന്നല്ല, ഇങ്ങനെയല്ല മോൾ ദുനിയാവിൽ ഉണ്ടാവരുത്. ഒരു ഉമ്മാക്ക് ജന്മം ഉണ്ടാവരുത് ഇങ്ങനത്തെ. കാരണം അവർക്ക് അന്ന് ഉമ്മാനെ നോക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ കേന്ദ്രത്തിലേക്ക് ആക്കിയാൽ മതി. ആ ഉമ്മ എങ്ങനെയെങ്കിലും നരകിച്ചിട്ടായാലും ജീവിക്കും. പക്ഷെ നരകിച്ച് കൊല്ലാൻ എങ്ങനെ തോന്നി നമുക്ക് മനസ്സിലായിട്ടില്ല. ആരും ഉമ്മയല്ലേ, അങ്ങനെ മരണപ്പെടേണ്ട വന്നല്ലോ. ഒരു മോളുണ്ടായിട്ട് സ്വത്തും പണവും എല്ലാം ഉണ്ടായിട്ട് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അങ്ങനത്തെ മരണം സംഭവിച്ചല്ലോ എന്നുള്ളത്. ഒരാൾക്കും അങ്ങനെ ഒരു മരണം ഇല്ലാണ്ടാവട്ടെ. കാരണം അങ്ങനെ ഏനും ഉണ്ടായി. നമുക്ക് സ്വത്ത് പണം എല്ലാം മൂടി വെച്ചിട്ട് എല്ലാം കയ്യിൽ വെച്ചിട്ട് അവളെന്തിനാ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. സ്വത്തും പണമെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഉമ്മ ഉപ്പ രക്തബന്ധങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല. അത് ഇല്ലാണ്ടാക്കിയിട്ട് അവൾ ഈ സ്വത്തും പണമെല്ലാം പിടിച്ച് നിന്നോട്ടെ, ജീവിക്കട്ടെ. എത്ര കാലം പോകുമ്പോൾ നമുക്കും കാണാല, നല്ലതാവട്ടെ. പക്ഷെ ഉമ്മാന്റെ കണ്ണീരുണ്ടാവില്ലേ, സ്വന്തം ഉമ്മാന്റെ ആ റൂമിൽ നിന്ന് ആ ബെഡിൽ നിന്ന് ഉരുകി മരിക്കുന്ന ഒരു കണ്ണീരുണ്ടാവില്ലേ, അതൊന്നും ഒരാൾക്കും കഴിച്ചാലാവാൻ പറ്റൂല എനിക്കൊന്നും. കാരണം അവള് പറഞ്ഞൊന്നല്ല അവിടെ ഞാൻ കണ്ടത്. ആ ഉമ്മ കൊല്ലാണ്ട് കൊല്ലൂലേ, അങ്ങനെ കൊന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം അങ്ങനെ എനിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും? അങ്ങനെയാണ് ആ മോള് ആ ഉമ്മനെ കൊന്നത്. ഉമ്മനെ കബർ വിശാലാക്കി കൊടുക്കത്താമേ. അവളെന്നോട് ഫ്രൂട്ട്സ് വാങ്ങാൻ പൈസ ഇല്ല, ഉമ്മനെ കാണിക്കാൻ പൈസ ഇല്ല, ഒരു വെള്ളം വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല. ഓക്കെ, ഇവിടെ അഫ്നാസ് വളരെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉമ്മാന്റെ അവസ്ഥ നേരിട്ട് കണ്ടതിന്റെ വിഷമത്തിലാണ് അവളിങ്ങനെ സംസാരിക്കുന്നത്. ഉമ്മാക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ തീർച്ചയായിട്ടും ആ മകൾ തന്നെയാണ് കാരണം. അതിനിപ്പോ യാതൊരു ന്യായീകരണത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്കായി പോയത് കൊണ്ട് ആ പെൺകുട്ടിയുടെ മനോനില തെറ്റിയിരുന്നോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഉമ്മാന്റെ അസുഖവും എല്ലാം കൂടി ആയിട്ട്
പറയാൻ പറ്റില്ല. ചിലർക്ക് ചിലപ്പോൾ അതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതമായിരിക്കും പിന്നീട് അവർ നയിക്കുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കുഴപ്പവും തോന്നില്ല, പക്ഷെ അവരുടെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കരുതി കൂട്ടി ആ ഉമ്മാനെ പരിചരിക്കാതിരുന്നതാണ് എന്നാണ് അഫ്നാസിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആ പെൺകുട്ടി തീർത്തും ഒറ്റക്കായതുകൊണ്ട് അങ്ങനെ ഒരു സിനാരിയോയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുള്ളൂ കേട്ടോ, അല്ലാതെ അവളെ ന്യായീകരിച്ചതല്ല. ഇനി ആരും അങ്ങനെ കരുതണ്ട. സ്വന്തം ഉമ്മ നരകിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനാ പെൺകുട്ടി തന്നെയാണ് ഉത്തരവാദി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരു വിധ ന്യായീകരണത്തിനും ഇവിടെ സ്കോപ്പില്ല. മക്കൾ ഉണ്ടായിട്ടും ഒരു ഉമ്മാക്ക് ഇങ്ങനെ മരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.